ശ്രീലങ്കക്കും ബംഗ്ലാദേശിനും ശേഷം നേപ്പാളിലും ഇപ്പോൾ ഒരു ഭരണത്തിലെ വലിയ വീഴ്ച സംഭവിച്ച് പ്രധാനമന്ത്രി രാജ്യം വിട്ടിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ നേപ്പാളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നേപ്പാളിൽ 26ഓളം വരുന്ന സോഷ്യൽ മീഡിയ ആപ്പുകൾ നിരോധിച്ചു. അതിൽ ടിക്ടോക്ക് ഇല്ല കേട്ടോ. ബാക്കിയുള്ള ആപ്പുകൾ, അതായത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ബാക്കിയുള്ള എല്ലാ ആപ്പുകളും, യൂട്യൂബ്, എല്ലാ ആപ്പുകളും തന്നെ നിരോധിച്ചു. ആ നിരോധിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഒരു വലിയ പ്രതിഷേധത്തിന് ട്രിഗർ ചെയ്തു പെട്ടെന്ന്. അതാണ് പെട്ടെന്നുള്ള കാരണം. അതുകൊണ്ടൊരു ജെൻസി കലാപം എന്ന് വിളിക്കാവുന്ന ഒരു കലാപം, ഏതാണ്ട് 18 വയസ്സിനും 28 വയസ്സിനും ഇടയ്ക്കുള്ള ആളുകളാണ് ഇപ്പോൾ വലിയ തോതിൽ കലാപമായ ഒരു സ്കൂൾ യൂണിഫോമുകൾ, കോളേജ് യൂണിഫോമുകൾ ഒക്കെ അണിഞ്ഞുകൊണ്ട് നേപ്പാളിൽ വലിയ കലാപം അഴിച്ചുവിടുന്ന കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ഇപ്പോൾ 19 പേര് ആദ്യത്തെ വെടിവെപ്പിൽ തന്നെ കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ടതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജിവെച്ചിരുന്നു. പക്ഷേ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടാതെ ഏതാണ്ട് അതിനിടയിൽ തന്നെ ഒരു 4ഓളം മന്ത്രിമാർ രാജിവെച്ചു. ഈ രാജിയിലൊന്നും കൊണ്ട് നിൽക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി തന്നെ അവിടെ നിന്ന് സ്ഥലം വിട്ടിരിക്കുന്നു. അദ്ദേഹത്തെ മറ്റേതെങ്കിലും സുരക്ഷിതമായ താവളത്തിലേക്ക് മാറ്റും എന്നൊക്കെയാണ് ആദ്യം സൈനികർ പറഞ്ഞിരുന്നത്. പക്ഷേ നേപ്പാളിൽ ഒരു സ്ഥലവും അങ്ങനെ സുരക്ഷിതമായിട്ടില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഇപ്പോൾ വിദേശ രാജ്യത്തേക്ക് പോയിരിക്കുന്നു. എങ്ങോട്ടാണ് പോയത് എന്നുള്ളത് കൺഫേം ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഏതാണ്ട് ദുബായിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതല്ല ഇതിൻ്റെ യഥാർത്ഥ കാരണം. അവിടെ വലിയ തോതിൽ തൊഴിലില്ലായ്മ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ കറപ്ഷൻ വലിയ തോതിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ചെറിയ പൊട്ടി, അതായത് റോഡുകൾ പണിയാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ 3 മാസം കൊണ്ട് തന്നെ അത് കേടാകുന്നു. അതുപോലെ വലിയ വലിയ പ്രൊജക്റ്റുകളെല്ലാം തന്നെ ഗവൺമെൻറ് ഇഷ്ടക്കാർക്ക് കൊടുക്കുന്നു. ഇങ്ങനെ വലിയ തോതിലുള്ള അഴിമതിയുടെ കൊട്ടിക്കുത്തി വാണിട്ടുള്ള ഒരു സ്ഥലമാണ്. അതോടൊപ്പം തന്നെ ഇക്കണോമിക്കലായിട്ടുള്ള വലിയ ത്രെട്ടുകളെയും അവർ ഫേസ് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ തൊഴിലില്ലായ്മയുണ്ട്, പണപ്പെരുപ്പമുണ്ട്, ജനങ്ങൾ തൊഴിലിന് വേണ്ടിയിട്ട് മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക്, ഗൾഫിലേക്കടക്കം അവിടെ നിന്നുള്ള ആളുകൾ പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൂടെ വലിയ തോതിൽ നിരോധനം വരുന്നത്. അപ്പോൾ ആ നിരോധനം കൂടി വന്നപ്പോൾ ആ നിരോധനത്തിനെതിരെയാണ് യഥാർത്ഥത്തിൽ സമരം ഉണ്ടായത്. നിരോധനത്തിനെതിരെ സമരം ഉണ്ടായി മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ നിരോധനം പിൻവലിച്ചു. ഈ നിരോധനം വരുത്താൻ തന്നെ കാര്യം, ഈ സോഷ്യൽ മീഡിയ ആളുകളോടെല്ലാം തന്നെ രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞു. 7 ദിവസത്തിനകം രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യില്ല, നിങ്ങളെ തുടരാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ളൊരു വിഷയമുണ്ടായപ്പോൾ ടിക്ടോക്ക് മാത്രം അങ്ങനെ രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷേ ബാക്കിയുള്ള സോഷ്യൽ മീഡിയ ആപ്പുകൾ, ഇപ്പോൾ ഫേസ്ബുക്കോ മറ്റ് യൂട്യൂബോ അല്ലെങ്കിൽ മറ്റ് ആപ്പുകളൊന്നും തന്നെ 26ഓളം ആപ്പുകളുണ്ട്, ഞാനിപ്പോൾ അതിൻ്റെ എല്ലാം പേര് പറയുന്നില്ല, അവരൊന്നും തന്നെ ഇത് രജിസ്റ്റർ ചെയ്തില്ല. പക്ഷേ ആ രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് ഗവൺമെൻറ് ഒറ്റയടിക്കാൻ നിരോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിരോധിച്ചപ്പോൾ അവിടുത്തെ ജനങ്ങളും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെന്ന് പറഞ്ഞാൽ ഷിബിലി അവർ ജനിച്ചപ്പോൾ മുതൽ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കളിച്ച് വളർന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചോളം ഇത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവരെല്ലാവരും തന്നെ വലിയ തോതിൽ ഈ പറയുന്ന ഒരു വലിയ സമരവുമായിട്ട് ഇറങ്ങി. ആ സമരത്തെ പിടിച്ചു നിർത്താൻ കഴിയില്ല. നമ്മൾ നേരത്തെ ഏതാണ്ട് ശ്രീലങ്കയിൽ കണ്ടതാണ്, ബംഗ്ലാദേശിൽ കണ്ടതാണ്. അതായത് ഏതാണ്ട് സമാനമായ ഒരു സമരമാണ് കണ്ടത്. എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ വീട് കയ്യേറുക, അതുപോലെ തന്നെ വലിയ വലിയ ഗവൺമെൻറ് ഓഫീസുകൾ കയ്യേറുക, എല്ലാ മീഡിയകളും തന്നെ, അതായത് അവിടെയുള്ള വലിയ മീഡിയകളൊക്കെ തന്നെ ഗവൺമെൻറ് അനുകൂലിക്കുന്നവരായിരുന്നു. ഏതാണ്ട് ഇന്ത്യയിലുള്ള പോലെ ഗോദി മീഡിയ എന്നൊക്കെ പറയുന്ന പോലെ സാറ്റലൈറ്റ് മീഡിയകളൊക്കെ അവർ അനുകൂലിക്കുന്നവരായിരുന്നു. അവരുടെയൊക്കെ അടിച്ചു തീർക്കുക. ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരെ മുഴുവൻ അടിച്ചു ഓടിക്കുക, രാഷ്ട്രീയക്കാരുടെ ഓഫീസുകൾ കയ്യേറുക. അതായത് ഇവരെ ഒന്നും യാതൊരു വിധത്തിലുള്ള വിശ്വാസമില്ലാത്ത ലെവലിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്തു, ഈ പറയുന്ന യുവജനങ്ങൾ മാറി. യഥാർത്ഥത്തിൽ ഇതൊരു മറ്റൊരു ഘട്ടമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സോഷ്യൽ മീഡിയയിലൂടെ ഒരു വിപ്ലവം ഉണ്ടായേക്കാണ്. സോഷ്യൽ മീഡിയയിലൂടെ വിപ്ലവത്തിന് ചില ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള സ്വഭാവമുണ്ട് കേട്ടോ. കാരണം നേരത്തെ പറഞ്ഞ ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ഏതാണ്ട് അതേ സമാനമായിട്ടുള്ള ഒരു സ്വഭാവം ഇതിനകത്തുണ്ട്. പക്ഷേ ഇപ്പോൾ ബംഗ്ലാദേശിലൊക്കെ ആണെങ്കിൽ തുറന്നു പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായിരുന്നു, ശ്രീലങ്കയിൽ മറ്റു ചില ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. ഇവിടെ ഇത് ഏറ്റവും കൂടുതൽ ഉള്ള ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഹാനി നേപ്പാൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. ഹാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേപ്പാളി ഭാഷയിൽ പറഞ്ഞാൽ വി ഓർ അസ്, നമ്മൾ എന്ന് പറയുന്ന ഒരു അർത്ഥത്തിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഗ്രൂപ്പുണ്ട്. അതിൻ്റെ സുഡാൻ ഗരോങ് എന്ന് പറയുന്ന ഒരു 38 വയസ്സുള്ള ഒരാൾ, അയാളാണ് ഇതിൻ്റെ ഫേസായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് നമ്മളറിയേണ്ടത് ഈ ടിക്ടോക്കിനെയൊക്കെ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട് ഇതിനകത്ത്. കാരണം VPN ഒക്കെ ഉപയോഗിച്ചും എന്ത് ചെയ്തിട്ടുണ്ട്, മറ്റ് ആപ്പുകളൊക്കെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു പരിധി ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അത് എല്ലാവർക്കും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. ഈ ടിക്ടോക്ക് ഉപയോഗിച്ചുകൊണ്ട് ടിക്ടോക്കിലൂടെ വലിയ തോതിലുള്ള സ്ലോഗനുകൾ, അതുപോലെ തന്നെ കൃത്യമായ ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആഹ്വാനങ്ങൾ, അതുപോലെ കൃത്യമായിട്ടുള്ള റൂട്ടുകൾ, എവിടെയാണ് ആളുകൾ യോജിക്കുന്നത് എന്ന് പറയുന്ന ഡീറ്റെയിൽസ് ഇതെല്ലാം വന്നിരുന്നു. എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ മറ്റ് ചില ബാഹ്യശക്തികളിലേക്ക് ഇടപെടലൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്,
ടിക്ടോക്കിലൂടെ വരുന്ന അല്ലെങ്കിൽ ഇത്തരം സോഷ്യൽ മീഡിയകളിലൂടെ ഇനി ഇത്തരത്തിൽ നേതാക്കന്മാരുണ്ടാകാമെന്നും വലിയ വിപ്ലവം ഉണ്ടാകാമെന്നും ഒക്കെ കൂടി തെളിയിക്കുന്ന അത്തരത്തിൽ വലിയ സ്വാധീനമുള്ള ആളുകൾ ഉണ്ടാകാവുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇതെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കൂടാതെ ഇത് ഇന്ത്യയും ചില കാര്യങ്ങൾ പഠിച്ചിരിക്കേണ്ടത് വളരെ വളരെ ആവശ്യമാണ് ഇതിൽ. സാർ ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയ ടിക്ടോക്കിലൂടെ ഒക്കെ പല പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ടെന്ന്. അതെന്തൊക്കെയാണ് വിശദീകരിക്കാം ലോകത്ത്? നമ്മളിപ്പോൾ ഷിബിലി ഇപ്പോൾ പ്രഭാവോ സുബിയാന്തോ എന്ന് പറയുന്ന ഒരാൾ ഇന്തോനേഷ്യയിൽ എങ്ങനെയാണ് ഭരണത്തിലെത്തിയത് എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ക്രൂരനായിട്ടുള്ള ഒരു ആർമി ജനറലായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് മുഴുവൻ ഗമോയ് എന്നുള്ള നിലക്കുള്ള ഒരു മുത്തച്ഛനായി മാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ 2024 ലോകമെമ്പാടും നടന്ന ഇലക്ഷനുകളെ പോലും വിളിക്കുന്നത് ടിക്ടോക്ക് ഇലക്ഷൻ എന്നാണ്. അപ്പോൾ അത്തരത്തിൽ ടിക്ടോക്കുകൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ സ്വാധീനം നമ്മുടെ ജനതയിൽ വളരെ 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 കൂടിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലെ ചില പഠനങ്ങൾ പറയുന്നത് 2001 മുതൽ 2021 വരെയുള്ള 700ഓളം വരുന്ന കുറ്റവാളികളുടെ ആക്രമണങ്ങളിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വലിയ പ്രാധാന്യമുണ്ടെന്നാണ്. ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് വളരെ ഡീപ്പായിട്ടുള്ള ഒരു വീഡിയോ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് ഇൻഡിവിജ്വൽസിനായിട്ടുള്ള ആളുകളെ റാഡിക്കലൈസ് ചെയ്യാൻ മാത്രമുള്ള ഒരു ഇൻഫ്ലുവൻസ് ഈ സോഷ്യൽ മീഡിയയ്ക്കുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ചില ഗെയിമുകളിലൂടെ ചില ആശയങ്ങളിലൂടെ അത് നിങ്ങൾ ഒറ്റക്കിരുന്ന് നേരത്തെ നമ്മളൊരു കൂട്ടത്തെ സംഘടിപ്പിക്കണമായിരുന്നു. ഇപ്പോൾ നക്സലിസം അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാവോയിസം ഇതൊക്കെ നമ്മൾ ആളുകളോട് ചെന്ന് സംസാരിക്കണം. ഇപ്പോൾ അതുപോലും വേണ്ടാതെ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസുകൾ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് ബോധ്യമായിട്ടുണ്ട്. കേരളത്തിലും ഇന്ത്യയിലൊക്കെ പോലും ഇതിൻ്റെ എക്സാമ്പിൾസ് ഉണ്ട് ശരിക്കും. അത് ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ സാക്കിർ നായിക്കിൻ്റെ അല്ലെങ്കിൽ അതുപോലെയുള്ള നിരവധി ആളുകളുടെ പ്രഭാഷണങ്ങൾ എങ്ങനെയാണ് അവരെ ഒന്നും ഒരിക്കൽ പോലും നേരിട്ട് കാണാതെ അവരുടെ ആരാധകരായി മാറുന്നതും എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾക്ക് വശപ്പെടുന്നതൊക്കെ ഉള്ളത് കേരളത്തിൽ പോലും ഉണ്ട്. കേരളത്തിൽ പോലും നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അതായത് മൂവാറ്റുപുഴയിലൊക്കെ ഒരു വലിയ ഹർത്താലിന് കേരളത്തിൽ ഒരു തവണ ഇതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ പോലും ആഹ്വാനം നൽകിയിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകിൽ നമുക്ക് കാണാൻ കഴിയാത്ത, നമുക്ക് ചിലപ്പോൾ ടാഞ്ചിബിൾ അല്ലാത്ത നിരവധി ആളുകളും സ്വാധീനവും ഒക്കെ ഉണ്ടാവാം. പക്ഷേ ഇതിൻ്റെ പുറകിൽ അമേരിക്ക കൂടി ഉണ്ടോ എന്ന് സംശയിച്ചാലും തെറ്റു പറയാറില്ല. ഇപ്പോൾ അമേരിക്ക ബംഗ്ലാദേശിൽ അത്തരത്തിലൊരു ഭരണമാറ്റം നടത്തിയതിൽ അമേരിക്കയുടെ പങ്ക് വളരെ സുവ്യക്തമാണ്. ഞാൻ നേരത്തെ തന്നെ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അമേരിക്ക ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി കാണുകയും അവർക്ക് ഫണ്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. ശ്രീലങ്കയുടെ കേസിലൊക്കെ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ചൈനീസ് ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളിൽ മറ്റു ചില ശക്തികൾക്ക് വലിയ അനിഷ്ടമുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് നമ്മൾ കാണുന്നതിനേക്കാൾ അപ്പുറത്താണ്. ഇപ്പോൾ തൊപ്പി എന്ന് പറയുന്ന ഒരാൾ ഇവിടെ വരുമ്പോൾ 12 വയസ്സിന് 20 വയസ്സിനോടൊക്കെയുള്ള കുട്ടികൾ കൂടുന്നത് നമ്മൾ കാണണം. ഈ ബുൾജെറ്റ് ബ്രദേഴ്സിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ ഈ കേരളം കത്തും എന്ന് പറയുന്ന ഒരു കാര്യം കാണണം. അപ്പോൾ അവർക്കൊക്കെ പോലും, അതായത് വളരെ വെസ്റ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്ത അവർക്ക് പോലും യഥാർത്ഥത്തിൽ ഈ ജനങ്ങളെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സ്വാധീനിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണണം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി കൂടുതലായി ഒരു കൂട്ടമായി വന്നാൽ വലിയ തോതിലുള്ള സ്വാധീനം ഉണ്ടാവും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ സോഷ്യൽ മീഡിയയിലെ ചില അൽഗോരിതംസ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് തന്നെ ഇത്തരത്തിലുള്ള വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ പ്രത്യേകിച്ചും എല്ലാ സോഷ്യൽ മീഡിയകൾ, ഇപ്പോൾ ടിക്ടോക്ക് ഒഴിച്ചു വെച്ചാൽ ബാക്കിയുള്ളതെല്ലാം അമേരിക്കയുടെയാണ്. ടിക്ടോക്ക് ഇപ്പോൾ അമേരിക്ക ഏതെങ്കിലും കമ്പനികൾ ഏറ്റെടുത്തേക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ സ്വാധീനമുണ്ട്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ കണ്ട് പഠിക്കേണ്ട ഒരുപാട് എന്ന് പറഞ്ഞാൽ അത്തരം സ്വാധീനങ്ങളിലൂടെ വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നതെന്നും അത്തരത്തിൽ ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണെന്നുള്ളതൊക്കെ നമ്മൾ അറിയണം. ഇപ്പോൾ ഇവിടെ പോലും കേരളത്തിൽ പോലും ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ റീലുകളിലൂടെ നേതാക്കന്മാരെ എത്ര നേതാക്കന്മാരുണ്ട് അല്ലേ? അപ്പോൾ ചില സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവർ റീലുകളിലൂടെ ഈ പറയുന്ന പോലെ ഇൻസ്റ്റാ റീലുകളിലൂടെ ഷോർട്സുകളിലൂടെ യൂട്യൂബ് ഷോർട്സുകളിലൂടെയൊക്കെ നേതാക്കന്മാരാകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വലിയ സ്വാധീനമുണ്ട്. അതായത് നേരത്തെ ഒരു സിനിമ എടുത്തിട്ട് നിങ്ങളൊരു ഈ പറയുന്ന സ്ക്രീനിൽ കാണുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് നിങ്ങളുടെ നിന്ന് അടിച്ചേൽപ്പിക്കുന്നത് പോലെ നിരവധി റീലുകളിലൂടെ നിരവധി ഷോർട്സുകളിലൂടെ നമ്മുടെ പേഴ്സണാലിറ്റി ഇതാണ്, നമ്മൾ വളരെ ദയയും കാരുണ്യവും ഒക്കെ ഉള്ള ഒരാളാണ് എന്നൊക്കെയുള്ള നിലക്കുള്ള ഇമേജ് ബിൽഡ് ചെയ്യാൻ കഴിയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഒരു ഗവൺമെൻറ് കറപ്റ്റഡ് ആവുന്നു. ആ കറപ്ഷനെതിരെയുള്ള വലിയ തോതിലുള്ള പ്രതിഷേധം എന്ത് ചെയ്യുന്നുണ്ടാവുന്നു. ഇതിലൊക്കെ തന്നെ ചില ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള സ്വഭാവമുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കൃത്യമായി ഷിബിലിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടിക്ടോക്കുകളിലൂടെ നിരവധി വീഡിയോകൾ എന്ത് ചെയ്തിരുന്നു
പുറത്തേക്ക് വന്നിരുന്നു. ഇപ്പം ചൈനയിൽ പോലും ഉയ്ഗർ ജനത അനുഭവിക്കുന്ന വിഷമങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വന്നത് ടിക്ടോക്കിലുള്ള ഒരു വീഡിയോയിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ അച്ഛനെ കാണാതെ അച്ഛൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് നിന്ന് കരയുന്ന, ഡാൻസ് കളിക്കുന്ന ആളുകളുടെ വീഡിയോ, സ്വന്തം കൊച്ചിനെ കാണാതെ ഈ പറഞ്ഞ പോലെ കൊച്ചിനെ എന്ത് ചെയ്യുന്നു ചെറുപ്പത്തിലുള്ള ഫോട്ടോ എടുത്ത് വെച്ച് മടിയിൽ വെച്ച് കരയുന്ന വീഡിയോകൾ, ഇതെല്ലാം തന്നെ ജനത്തിലേക്ക് ഉണ്ടാക്കാവുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഇമ്പാക്റ്റ്, കേരളത്തിന് അത്ര പോലും ജനസംഖ്യ ഇല്ലാത്തൊരു ചെറിയ രാജ്യമാണ് നേപ്പാൾ. ആ നേപ്പാളിൽ ഇത്തരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഭീകരമായി കൂടുന്നു. ഒരാളുടെ സ്ക്രീൻ ടൈം 5 മണിക്കൂറെങ്കിലും ആകുന്നു, അതിൽ ഗവൺമെൻറ്റിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നതിനോടൊപ്പം അവൻ ഫേസ് ചെയ്യുന്ന റിയാലിറ്റീസും കൂടി കൂടുമ്പോണ്ടല്ലോ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും. സാർ ഇപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞു, ഇത് ഇന്ത്യക്കും വലിയൊരു പാഠമാണ്. അതെന്താണ്? നമ്മൾ അറിയേണ്ടത് ഷിബിലി, ഇപ്പം ഞാൻ മൂവാറ്റുപുഴയിൽ എക്സാമ്പിൾ പറഞ്ഞു, മറ്റ് നിരവധി കാര്യങ്ങൾ പറഞ്ഞു. ഇന്ത്യയിലുമൊക്കെ തന്നെ ഇത്തരത്തിൽ പതഞ്ഞു പൊങ്ങുന്ന അസംതൃപ്തികളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇനിയിപ്പോൾ ഈ നമ്മുടെ അമേരിക്കയുടെ ടാക്സ്, അതായത് പെനൽ ടാക്സ് ഒക്കെ കൂടി വരുമ്പോൾ ഇന്ത്യയിൽ നഷ്ടപ്പെടാനിരിക്കുന്ന ജോലികൾ, തൊഴിലില്ലായ്മകൾ, അവൻ്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു യുവത്വത്തിൻ്റെ പ്രതീക്ഷകൾ അവിടെ അസ്തമിക്കുന്നു എന്ന് പറയുന്നത് ഏതൊരു ഭരണകൂടത്തിനും വലിയ പ്രശ്നമുണ്ടാക്കാവുന്ന കാര്യമാണ്. ഒരുപാട് കാലം നമുക്ക് ഒരു ഫേക്ക് നരേറ്റീവിൻ്റെ പുറത്തൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. ഈ പറയുന്ന പോലെ എന്താ പറയുക, നമ്മളൊരു എക്സ്ട്രാ ഈ പറയുന്ന തീവ്ര ദേശീയത എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ പുറത്തോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കൗ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഹിന്ദു മതത്തിൻ്റെ പ്രശ്നമായിട്ടോ ഒക്കെ നമുക്ക് നിൽക്കാൻ കഴിയുന്നത് ബേസിക് നീഡ്സ് എല്ലാം നടക്കുമ്പോഴാണ്. ഈ ബേസിക് നീഡ്സ് നടക്കാത്ത കാര്യത്തിലേക്ക് വന്നാലുള്ള അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പം തന്നെ ഞാൻ കഴിഞ്ഞോടെ ഷിബിലിയോടൊക്കെ പറഞ്ഞു, അതായത് ഒരു ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറയുന്ന 35 മില്യൺ ആളുകളിൽ ഒരു 5% അല്ലെങ്കിൽ 10% പേർക്ക് ജോലി നഷ്ടപ്പെടാനുള്ള അവസ്ഥ എന്താകും എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? വലിയ അസംതൃപ്തിയാണ് ഇത് എന്ത് ചെയ്യാൻ പോകുന്നത്, നാട്ടിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മുടെ ഒരു ബേസിക് നീഡ്സ് നടക്കാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ ഏത് ഭരണകൂടവും അവിടെ എന്ത് ചെയ്യപ്പെടാം, തകർത്തെറിയപ്പെടാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം. അത് കൃത്യമായിട്ട് നമ്മുടെ ഇന്ത്യൻ ഭരണാധികാരികൾക്കൊക്കെ തന്നെ അറിയാം. അതുകൊണ്ടാണ് അവരൊരിക്കലും ഒരു വലിയ ഹാർഡ് റൂൾ വെച്ചുകൊണ്ട് ഒരിക്കലും ഈ പറയുന്ന പോലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയൊന്നും തടയാത്തത്. കാരണം അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അങ്ങനെ തടയാൻ ശ്രമിച്ചാൽ ഏതൊരു രാജ്യത്തും ചിലപ്പോൾ അത് വർഷങ്ങളെടുത്തേക്കാമെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ വർഷങ്ങളെടുത്താൽ പോലും ആ ഭരണകൂടം തൂത്തെറിയപ്പെടും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. ഇപ്പോൾ എക്സെപ്ഷനായിട്ട് ആളുകൾ പറയാൻ പോകുന്നത് ചൈനയൊക്കെ തന്നെയാണ്. പക്ഷേ ചൈനയിലൊക്കെ പോലും അവൻ്റെ ബേസിക് നീഡ്സ് ഒക്കെ നടന്നു പോകുന്നതുകൊണ്ടാണ്. ആ ബേസിക് നീഡ്സ് നടക്കാത്തൊരു ഘട്ടം വരുമ്പോൾ അവർ വലിയ തോതിൽ വ്യവസായ വികസനമൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുണ്ടാക്കാത്തൊരു ഘട്ടം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടിലാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തും അത് അടിച്ചമർത്താനൊന്നും പറ്റില്ല. ഇന്ത്യയിൽ ഒരു കാരണവശാലും പറ്റില്ല. കാരണം ഇന്ത്യ ഡെമോക്രസി ആസ്വദിച്ച് വളർന്നിട്ടുള്ള ഒരു രാജ്യമാണ്. നാച്ചുറലി ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മൾ വന്ന് പിടികൂടിയാൽ അതിൻ്റെ പുറത്ത് ഗവൺമെൻറ് അപ്പം എന്ത് ചെയ്യും? ഗവൺമെൻറ് പലപ്പോഴും സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസുമായിട്ട് വരും. ഇപ്പം നേപ്പാളിലും പറ്റിയേക്കുന്ന എന്താ, അഴിമതിയാണ്, തൊഴിലില്ലായ്മയാണ്, വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഒപ്പം തന്നെ ഗവൺമെൻറ്റിനെതിരെയുള്ള വിമർശനങ്ങൾ കൂടുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഗവൺമെൻറ് ഇത് എന്ത് ചെയ്തേക്കുന്നത്, ബാൻ ചെയ്തേക്കണത്. അപ്പോൾ ആ ഗവൺമെൻറ് അങ്ങനെ ബാൻ ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും എതിർപ്പ് കുറേ കൂടി കൂടും. ബംഗ്ലാദേശിൽ എന്താ സംഭവിച്ചതെന്നറിയോ? എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരെ എല്ലാവരെയും കൂടി പിടിച്ച് ഷെയ്ഖ് ഹസീന ജയിലിലിട്ടു. എന്നിട്ട് ഷെയ്ഖ് ഹസീന ജയിക്കുന്നത് എങ്ങനെയാണ്? പ്രതിപക്ഷ പാർട്ടികൾ വോട്ട് ബഹിഷ്കരിക്കുമ്പോഴത്തേക്കും അങ്ങ് ജയിക്കുകയാണ്. ഇന്ത്യയിലും പഠിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുഴുവൻ ഇപ്പോൾ വന്നേക്കുന്ന ധാരണ എന്താ? ഈ വോട്ട് മുഴുവൻ കൊള്ളയടിക്കുകയാണ്, തെരഞ്ഞെടുപ്പുകൾ കൃത്യമായിട്ടല്ല നടക്കുന്നതെന്നാണ്. ആ ധാരണ പോലും വലിയ തോതിൽ അസംതൃപ്തിയാണ്. മനസ്സിലായോ? അത് ഈ പറയുന്ന പോലെ പെരുകിയാൽ, അതിനെ ആ സംശയ നിവാരണം നടത്തിയില്ലെങ്കിൽ, അതിനോടൊപ്പം അവൻ്റെ തൊഴിലും അവൻ്റെ ജീവിത സാഹചര്യങ്ങളൊന്നും മെച്ചപ്പെട്ടില്ലെങ്കിൽ, അവൻ്റെ ബന്ധുക്കൾക്ക് സുഹൃത്തുക്കളൊക്കെ തൊഴിൽ നഷ്ടപ്പെട്ട് അവർ കൂടി ഈ പറഞ്ഞ പോലെ വിദേശങ്ങളിൽ നിന്ന് തിരിച്ചു വരേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നാൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഏതൊരു രാജ്യത്തും ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൽ നിന്ന് യഥാർത്ഥത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിനൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ലോകത്തുള്ള ഏത് ഗവൺമെൻറ്റും പഠിക്കാനുണ്ട്, പ്രത്യേകിച്ചും ഇന്ത്യ ഗവൺമെൻറ്റിനൊക്കെ പഠിക്കാനുണ്ട്. ഇന്ത്യയുടെ ചുറ്റുമുള്ള രാജ്യങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് മറന്നു പോകരുത്. അമേരിക്കയെ പോലൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് രാജ്യത്തും അവർക്ക് ഇഷ്ടപ്പെട്ട ഗവൺമെൻറ്റുകൾ ഉണ്ടാക്കാൻ അവർ ഏതറ്റം വരെയും പോകുന്നൊരു കാര്യമാണ്. ഇപ്പം ഇന്ത്യയിൽ തന്നെ, കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് അധികാരത്തിൽ വന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചിടാൻ വേണ്ടിയിട്ട് കൃത്യമായി CAA ഫണ്ട് ചെയ്തിരുന്നു എന്നുള്ളത് അവരിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡീക്ലാസിഫിക്കേഷൻ നടത്തി അവരുടെ രേഖകൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. മനസ്സിലായി? നേരത്തെ തന്നെ പലരും എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അത്തരം കാര്യങ്ങൾ പോലും ഇന്ത്യയിൽ പോലും സംഭവിക്കാം എന്ന് പറയുന്ന ഒരു കാര്യത്തെ നമ്മൾ ഗൗരവത്തോടുകൂടി കാണണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്.